ഈ പെയിൻറ്റിങ്സ് കണ്ടോ, ഇതാരാ ചെയ്തതെന്നറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാൾ അഡോൾഫ് ഹിറ്റ്ലർ വരച്ച ചിത്രങ്ങളാണിതൊക്കെ. ഇതുപോലെ 100 കണക്കിന് പെയിൻറ്റിങ്സ് അദ്ദേഹം ചെയ്തിരുന്നു. വളരെ ചെറുപ്പത്തിലെ ചിത്രകലയോട് ഭയങ്കരമായ താല്പര്യമുള്ള ഒരാളായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹം ചിത്രകല പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട അംഗീകാരമോ പ്രോത്സാഹനമോ സപ്പോർട്ടോ എവിടുന്നും കിട്ടിയില്ല എന്നതാണ് സത്യം. അങ്ങനെ നിരാശനായ ഹിറ്റ്ലർ പട്ടാളത്തിൽ ചേരുകയായിരുന്നു. പിന്നീടുള്ള കഥകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിവിടെ ഈ കാര്യം പറയുന്നത്, ഒരു ചിത്രകാരൻ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചിത്രകലയിലേക്ക് വരുന്നൊരു ചിത്രകാരൻ, അയാൾക്ക് വേണ്ടത്ര പ്രോത്സാഹനമോ സപ്പോർട്ടോ അല്ലെങ്കിൽ അംഗീകാരമോ കിട്ടാതാവുമ്പോൾ ചിലപ്പോൾ അയാൾ മാറി ചിന്തിച്ചേക്കാം. ചിലപ്പോൾ ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഡിസാസ്റ്ററായി തിരിച്ചു വന്നേക്കാം. ഹിറ്റ്ലറിനും അതാണ് സംഭവിച്ചത്. പല ചിത്രകാരന്മാരും അതുപോലെ പല കലാകാരന്മാരും വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കാതെ തകർന്ന് തരിപ്പണമായി നിരാശയുടെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് വീഴുന്നതായി നമുക്ക് കാണാം. പലരും വീണ്ടും അവിടുന്ന് എഴുന്നേറ്റ് വരാറില്ല. എന്നാൽ തിരിച്ചു വരികയാണെങ്കിൽ അതൊരു 1.5 വരവായിരിക്കും. അതാണ് ഹിറ്റ്ലറിൻ്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.